ഒപ്പം KV ബൈജു കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബൈജു, അവിടെ ആ മേഖലയിലും വടക്കൻ മേഖലയിലും ശക്തമായ മഴയാണ്. ഇപ്പോഴും മഴ തുടരുകയാണോ? പുതിയ മുന്നറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ? രഞ്ജിത്ത്, ഇപ്പോൾ മഴ അല്പം മാറി നിന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇങ്ങനെയായിരുന്നു, 10 മണിയോട് അടുപ്പിച്ച് വലിയ തോതിൽ മഴ പെയ്യുന്ന സാഹചര്യം. പിന്നീട് അത് 4 മണി വരെ നീണ്ടു നിന്നു. വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നിലവിൽ മഴ കുറവാണ്. പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്നത് കാണാം. ഞാനിപ്പോൾ കാസർഗോഡ് ബസ് സ്റ്റാൻഡ് പരിസരത്താണുള്ളത്. മഴ കുറവാണ്. പക്ഷെ മലയോര മേഖലകളിൽ അങ്ങനെയല്ല. രാവിലെ മുതൽ തന്നെ നിർത്താതെ പെയ്യുന്ന മഴയാണ്. അതോടൊപ്പം തുടർച്ചയായി റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം കാസർഗോഡ് ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രധാനമായും മലയോര മേഖലകളിൽ മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നു. അതോടൊപ്പം കാലവർഷം കരക്കുന്നതോടുകൂടി കടലാക്രമണ ഭീഷണി നേരിടും. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കടൽ ഭിത്തിയില്ലാത്ത കിലോമീറ്ററുകളോളം ദൂരമുണ്ട്. നിരവധി വീടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ മഴ അല്പം കൂടിയിട്ടുണ്ട്. പക്ഷേ ഒരു തീവ്രത ഉണ്ടായിട്ടില്ല. അത് വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയാണ് ഇപ്പോൾ പ്രവചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ്. എല്ലാ അംഗൻവാടി ഉൾപ്പെടെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ പുഴകളുടെ അരികിൽ താമസിക്കുന്നവർക്കൊക്കെ ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പുഴകളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആരും തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഏതായാലും ഈ സ്കൂളുകളാണ് പ്രധാനമായും. ഈ മതിലിടിഞ്ഞൊക്കെ കഴിഞ്ഞ ദിവസം വലിയ അപകടമുണ്ടായിരുന്നു. പക്ഷേ ആളുകൾക്കൊന്നും പരിക്കേറ്റാത്ത സാഹചര്യം, അത് ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്കൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ജില്ലയിലുള്ളത്. അപകടകരമായ രീതിയിലുള്ള മരങ്ങൾ, അതുപോലെ തന്നെ ഇത്തരത്തിൽ മതിലുകൾ, അതെല്ലാം കൃത്യമായി നിരീക്ഷിക്കാൻ ജില്ലാ ഭരണകൂടം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ദേശീയപാതയിലാണ് വലിയ പ്രതിസന്ധിയിലുള്ളത്. പലയിടത്തിലും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ബേവിഞ്ച, ചെർക്കള പ്രദേശങ്ങൾ, വീരമലക്കുന്ന്, പട്ലായിക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വലിയ മണ്ണിടിച്ചിൽ ഭീഷണിയാണുള്ളത്. ഏതായാലും നിലവിൽ ഇനി വരും ദിവസങ്ങളിലും മഴ കനക്കും. റെഡ് അലർട്ടാണ്. ഇന്നും അതിതീവ്ര മഴയാണ് ഇനി വരും സമയങ്ങളിൽ പ്രവചിച്ചിട്ടുള്ളത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.